ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടു നോർത്ത് വേവ് മലയാളി. ഇന്ന് ഒരുപാട് നാളെ ഞങ്ങൾ ട്രെയിൻ യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഓഫും പിന്നെ കുട്ടികൾക്ക് വെക്കേഷനും ഹസ്ബൻഡ് 1 വീക്ക് ആനുവൽ ലീവ് ആയതുകൊണ്ട് ഞങ്ങളൊരു ട്രെയിൻ യാത്ര പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നിയറസ്റ്റ് സിറ്റി നമുക്ക് പോകുന്നത് ചെസ്റ്റർ. എപ്പോഴും ലിവർപൂൾ മാഞ്ചസ്റ്ററാണ് ഞങ്ങൾ പോവാറ്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ച് നമുക്ക് തൊട്ടടുത്ത് ചെസ്റ്റർ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ടിക്കറ്റൊക്കെ എല്ലാം ഒന്നും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ 4 പേരും ടിക്കറ്റ് എടുത്തു. ഞങ്ങൾക്ക് 4 പേർക്കും 70 പൗണ്ടായി. നമ്മൾ റെയിൽ കാർഡൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ സ്ഥിരം എപ്പോഴും അഫോർഡബിൾ ആയതുകൊണ്ട് നമ്മൾ കാറിലാണ് യാത്ര ചെയ്യാറ്. തൊട്ടടുത്ത് നമുക്ക് അബർഗലി ബൻസാർ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ കയറി. ഹാഫ് ആൻ അവറാണ്, 3/4 മണിക്കൂർ മാക്സിമം നമുക്ക് ചെസ്റ്ററിലോട്ട് പോകുന്ന വഴി. നമ്മൾ ഫ്ലിൻറ്റിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്ലിൻറ്റിൽ ഇറങ്ങി വഴിയോര കാഴ്ചകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കാര്യം. പിള്ളേർക്കും അതെ. നമ്മളെപ്പോഴും കാർ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി. നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനൊരു റിസ്ട്രിക്ഷൻ ഉണ്ട് ഇവിടെ. പാസഞ്ചേഴ്സ് അങ്ങനെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ ഇവിടെ എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യമല്ല. അതുപോലെ ഞങ്ങൾ ട്രാവൽ ചെയ്തു, ഫ്ലിൻറ്റിലിറങ്ങി. അവിടെ നമുക്ക് പൊതുവെ എവിടെ പോയാലും കാസിൽ, അതുപോലെ കത്തീഡ്രൽ, പള്ളികൾ, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഉണ്ടാവുക. അപ്പം ഇതൊക്കെ നമ്മൾ പൊതുവെ എപ്പോഴും കാണുന്നതുകൊണ്ട് നമ്മളൊരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ഹിൽ ടോപ്പിലൊരു ചെറിയൊരു പാർക്കുണ്ട്. അവിടെ പോയി ഞങ്ങൾ ഇച്ചിരി നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെസ്റ്ററിലോട്ട് വീണ്ടും നമുക്ക് 1 ഡേ പാസ്സാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ട്രെയിൻ കയറി ഇറങ്ങാം. ആ ഒരു 1 ഡേ ഫുള്ള് നമുക്ക് ആ പാസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മുടെ ഇമെയിലിൽ വന്ന ടിക്കറ്റ് നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് ആ സ്ഥലത്തോട്ട് കയറി ഇറങ്ങി കണ്ട് തിരിച്ചു വരാനും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. If you are leaving us here, please make sure you have all your luggage and belongings with you. Thank you for travelling with Transport. ഫ്ലിൻറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇത് ഫ്ലിൻറ്റ് നമുക്ക് ടൗണ് മോൾ ഭാഗത്തു നിന്നുള്ളൊരു നല്ലൊരു വ്യൂ എനിക്ക് ഈ വീഡിയോ കിട്ടിയപ്പം വളരെ ഇഷ്ടമായി. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പാർക്കിലോട്ട് പോകുന്ന വഴിയാണ്. അതുപോലെ റോസ് ചെടികളും നല്ല ക്ലൈമറ്റും നല്ലതായിരുന്നു. ഒരു ഇച്ചിരി നേരം മഴ പെയ്തു. മഴ ഇവിടെ ഒരുപാട് സമയം ലാസ്റ്റ് ചെയ്യില്ല, മാക്സിമം 5-10 മിനിറ്റ്സ്. വളരെ ചുരുക്കമാണ് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ മഴ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വറി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുടയും സംഭവങ്ങളൊക്കെ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ പാർക്ക്. ഒരു ഹിൽ ടോപ്പാണ്. ചെറിയ അത്ര വലിയ കുത്തനെയൊന്നുമല്ല, ഒരു ഇച്ചിരി പിള്ളേർക്ക് കളിക്കാനുള്ള അത്യാവശ്യം സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിക്ക്, ഞാൻ പറഞ്ഞേക്ക്. അയ്യോ ട്രെയിൻ യാത്ര ചെയ്യുമ്പം നമ്മൾ
കാണുന്ന ഒരു സീനിക് ബ്യൂട്ടി ഉണ്ടല്ലോ, അത് എനിക്ക് ഐ കനോട്ട് എക്സ്പ്രസ് ഇൻ വേർഡ്സ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വലിയൊരു ഓപ്പൺ വിൻഡോ സൈഡ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നല്ല വ്യൂസ് നമുക്ക് കാണാം. റെയിൽവേ സ്റ്റേഷനിൽ ടോയ്ലറ്റ് ഫെസിലിറ്റിയും അതുപോലെ വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. സ്കാൻ ചെയ്ത് നമ്മൾ പുറത്തോട്ട് കിടക്കുകയാണ്. കിടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് വലിയൊരു പോകുന്ന വഴി കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു. വീഡിയോ കളർഫുൾ ആവണം, കാണുന്നവർക്ക് പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് ഇതുപോലെ. നല്ല രസം, നല്ല നീളമുള്ള ബോട്ട്. തൊട്ട് സൈഡിൽ ഒരു തായ് റെസ്റ്റോറൻറ്റ്, തൊട്ടപ്പുറത്ത് മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന 2 ഫാമിലീസ് പോയിട്ടുണ്ട് അവിടെ. ഇത് ഒരു തായ് റെസ്റ്റോറൻറ്റ് സൈഡിൽ ഇതുപോലെ നല്ല വ്യൂ ആയിരുന്നു. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കോക്കനട്ട് ഗ്രൂ റെസ്റ്റോറൻറ്റ്. നമുക്ക് സൗത്ത് ഇന്ത്യൻ ക്വിസിനല്ല അവിടെ കിട്ടും. വൈകിട്ട് നമ്മൾ വരുന്നതിന് മുന്നേ ഇറങ്ങി ആഫ്റ്റർനൂൺ ലഞ്ചിന് നമ്മൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഇറങ്ങി നടന്ന് സിറ്റിയിലോട്ടാണ് നടന്ന് കയറുന്നത്. ഈ സൈഡിൽ ഫുള്ള് സിറ്റി സൈഡിൽ പിന്നെ സൈഡ് വേസ് ഫുൾ കടകളായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കയറി ഉടനെ തട്ടുകടയായ മെഗഡി കയറി നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ചെസ്റ്റർ മാർക്കറ്റ് മെയിനായിട്ട് ചെസ്റ്റർ മാർക്കറ്റ് കാണുന്നതായിരുന്നു ആഗ്രഹം. ബട്ട് ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് മാർക്കറ്റിനകത്ത് എല്ലാ ഷോപ്സും തുറന്നിട്ടില്ല. നമ്മൾ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. അതിൻ്റെ സൈഡിലൂടെ നമ്മൾ സ്റ്റെയർ കയറിയിട്ട് നമുക്ക് മാർക്കറ്റിലോട്ട് കടക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൻ എൻട്രൻസ് മാർക്കറ്റിലോട്ട്, ഇത് സ്റ്റെയർ കയറി മുകളിലെത്തിയപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. മാർക്കറ്റിലോട്ടുള്ള റോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെസ്റ്ററിൻ്റെ മെയിൻ സിറ്റിയിൽ ഇതുപോലെ നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള 3-4 സ്ട്രീറ്റ്സൊക്കെ സിറ്റി ഏരിയയിൽ തന്നെയാണ്. പിന്നെ നമ്മളവിടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ചെസ്റ്റർ കത്തീഡ്രൽ അതിൻ്റെ ബാക്ക് സൈഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻ ഏരിയ, പൂക്കളൊക്കെ. സമ്മർ ആയതുകൊണ്ട് നല്ല ഭംഗി അവിടെ കാണാൻ. അതിൻ്റെ വ്യൂ ആണിത്. അങ്ങനെയാണ് മിഡിൽ ഓഫ് ചെസ്റ്റർ ടൗൺ സിറ്റി നമ്മൾ നടുവിൽ വന്നിറങ്ങി. ഇവിടെ മെയിൻ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ചെസ്റ്റർ മാർക്കറ്റിലോട്ട് പോകുന്നത്. പിന്നെ സൈഡിൽ ഇതുപോലെ ഒരുപാട് കടകളും സംഭവങ്ങളും. പിന്നെ ഇവർ പബ്ബിന് പുറത്ത് ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് പുറത്ത് ബിയറൊക്കെ കുടിക്കാവുന്ന സെറ്റപ്പൊക്കെയാണ് ഇവിടെ. നമ്മളീ കാണുന്നത് നേരെ നമ്മൾ ചെല്ലുന്നത്
ചെസ്റ്റർ മാർക്കറ്റിലോട്ടാണ്. അതിൻ്റെ സൈഡിൽ ഇതുപോലെ വലിയ ഹോട്ടലും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. മാർക്കറ്റിലോട്ട് കടക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലവേഴ്സിൻ്റെ നല്ലൊരു കടയും, പിന്നെ സൈഡിൽ കയറുമ്പോൾ നമ്മൾ ചൈനീസിൻ്റെ സാധനങ്ങളൊക്കെ ഒരു അതിൻ്റെതായ സോസും അതുപോലെ നൂഡിൽസും കൊച്ചു കടയാണ്. ഒരു സൈഡിൽ വേറെ ഒരുപാട് കടകളുണ്ട്, പക്ഷേ നല്ല പബ്ലിക് ആയതുകൊണ്ട് ക്ലോസ് ആയിരുന്നു. അത് കാണാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ടേബിൾ ഡിഫറൻസ് ചെയ്യുന്നതാണ്. ഫുഡ് കോർട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഭക്ഷണം തിരക്കായിരുന്നു. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇത്രയും തിരക്ക് ഞാൻ ക്രൗഡഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നല്ലൊരു രസമായിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാൻ ഒരുമിച്ച് ഒരു ഡേ ഔട്ട് പോലെ. അങ്ങനെ സൈഡിൽ ഇതുപോലെ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇതുപോലെ അവിടെ ചെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. വെയിലുണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യം തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ കോട്ട് ഊരുന്നൊരു പ്രശ്നമില്ല. ഇവിടെ ഫുട്ബോളിൻ്റെ ജേഴ്സിയൊക്കെ വിൽക്കുന്ന കടകൾ, സൈഡിൽ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥിരം നോക്കുന്ന തുണികളും ആഭരണങ്ങളും ഒക്കെ. ഈ കാണുന്ന ഡ്രസ്സിന് 300 സംതിങ് പൗണ്ടാണ്. നാട്ടിലൊരു 30,000. അത്രയ്ക്കൊക്കെ വേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് കൊണ്ട് നടന്നു. അങ്ങനെ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത പോലെ കോക്കനട്ട് ഗ്രൂവ് റെസ്റ്റോറൻറ്റ് കയറി. അവിടെ ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് അവിടെ ആക്ച്വലി 6 മണി കഴിഞ്ഞിട്ടേക്കാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടേബിൾ കിട്ടി. അതുപോലെ നമ്മൾ മെനു സ്റ്റാർട്ടറൊക്കെ ഓർഡർ ചെയ്ത്. ഫുഡ് കുഴപ്പമില്ല. എനിക്ക് നല്ലൊരു ഹോംലി ഫുഡായിട്ട് തോന്നിയത്. കാരണം ഒരുപാട് നമ്മുടെ പൊതുവായി ഹോട്ടലിൽ ചേർക്കുന്ന ആഡിറ്റീവ്സും ആർട്ടിഫിഷ്യൽ ഫ്ലേവറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. പനീർ കറി, പിന്നെ ബീഫ് കറി, ബിരിയാണി, പുലാവ് നല്ലായിരുന്നു. ഒരു ബീറോടും പറഞ്ഞല്ല. ഭയങ്കര ബീക്കാണുള്ളത്. അതാ അവനാ ബിയർ കുടിച്ചതാ.
കുഴപ്പമില്ല, ഇവിടെ അവിടെ പോയാലും മിക്ക റേറ്റ് വരും. നമുക്ക് 70 പൗണ്ടായി പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ. അങ്ങനെ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് ട്രെയിനിൽ കയറി. വീണ്ടും നമ്മൾ കാഴ്ചകളിലേക്ക് പോയി. നല്ല അത്രയും ഭംഗിയാണ് നമുക്ക് ട്രെയിനിൽ ഒരു വിൻഡോ സൈഡിൽ നമുക്ക് സീൻസ് കാണാം. എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നി. അതുപോലെ നമ്മൾ ഈ പുല്ലിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ഈ ചെമ്പരിയാടൊക്കെ മേഞ്ഞ് നടക്കുന്നതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ കാറിൽ ഇരിക്കുന്നതിനേക്കാളും ഭംഗിയാണ് ബസ്സിൽ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ. അതിനേക്കാൾ ഭംഗിയാണ് ട്രെയിനിൽ വിൻഡോ സൈഡ് വ്യൂ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് ബസ്സിലോട്ടിരിക്കുകയാണ്. നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഒരുമിച്ചൊരു ദിവസം ഞങ്ങൾ ഫാമിലിയായി സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ മിക്കവാറും ഞങ്ങൾ വേറെ ഫാമിലീസ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പുറത്തു പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇതുപോലെ ഇതിനൊക്കെ പുറത്ത് പോകുമ്പോഴാണ് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവുന്നത്. നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റി. അങ്ങനെ അവിടെ എൻജോയ് ചെയ്തിട്ട് സൺസെറ്റ് വ്യൂ ആണ്. നമ്മുടെ ഏരിയ എത്താറാകുമ്പോൾ തന്നെ കാണാം ഇഷ്ടം പോലെ കാരവാൻസ് ആണ്. ഇവിടെ മെയിൻ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കാരവാൻസ് ഇഷ്ടം പോലെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങൾ അങ്ങനെ സ്റ്റേഷൻ ഇറങ്ങി. ബൈ ബൈ.